ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ 19ാമത്തെ ദിവസത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ബേസിക് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ എല്ലാം തന്നെ ഡിസ്കസ് ചെയ്ത് പോയതാണ്. അതായത് എന്താണ് മൗലിക അവകാശങ്ങൾ എന്ന് ചോദിച്ചാൽ, ജനാധിപത്യത്തിന്റെ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിനും വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു വ്യക്തിക്ക് നിഷേധിക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള അവകാശങ്ങളെ അതിനെയായിരുന്നു മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ മൗലിക അവകാശങ്ങൾ എന്താന്നുള്ളതും മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗം 3-ലാണ്. ഇനി അതിന്റെ ആർട്ടിക്കിൾ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങളാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. മൗലിക അവകാശങ്ങളുടെ ശില്പി ആരാണെന്ന് ചോദിച്ചാൽ അത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അങ്ങനെ നമുക്ക് ഉറപ്പായിട്ടും പി എസ് സി എക്സാമുകളിൽ ചോദിക്കുന്ന ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തു പോയതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്, അന്ന് നമ്മൾ പറഞ്ഞു നിർത്തിയത് ആർട്ടിക്കിൾ 21A എന്താന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ ഇന്ന് അതിന്റെ ബാക്കിയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ആ ക്ലാസ് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് അവൈലബിൾ ആണ്. അതേപോലെ ഇതിന്റെ PDF നോട്ടാണെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിലും ഉണ്ട്. അപ്പോൾ പോയി ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് കാണുക, നോട്ടൊന്ന് വായിക്കാനും ശ്രമിക്കുക. എന്താണ് 21A എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയായിരുന്നു ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത്. അന്ന് ആർട്ടിക്കിൾ 21A ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നിലവില് മൗലിക അവകാശമാക്കി മാറ്റിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 86-ാം ഭേദഗതിയാണ്. അത് നിലവിൽ വന്നത് 2002-ലാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ആ സമയത്ത് ആരായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് AB വാജ്പേയിയും പ്രസിഡന്റ് APJ അബ്ദുൽ കലാമുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്. ഇന്ന് നമുക്ക് പഠിക്കാൻ പോകുന്നത് ആർട്ടിക്കിൾ 22-നെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ മൗലിക അവകാശങ്ങളുടെ ഒരു സെക്കൻഡ് പാർട്ടാണ് ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ അനുച്ഛേദം 22 എന്താന്നുള്ളത് നമുക്ക് നോക്കാം. നിയമവിധേയമല്ലാതെ അറസ്റ്റിനും തടങ്കലിനും എതിരെ സംരക്ഷണം നൽകുന്നു. ഈ ഒരു നിയമമാണ് അനുച്ഛേദം 22 എന്ന് പറയുന്നത്. അപ്പോൾ നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്ന നിയമമാണ് ഏതെന്ന് പറയുന്നത്, അനുച്ഛേദം 22 എന്ന് പറയുന്നത്. പൗരന്മാരുടെ മൗലിക അവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താനുമുള്ള അധികാരം ആർക്കാണെന്ന് ചോദിച്ചാൽ അത് പാർലമെന്റിനാണ്. ഓക്കെ, അപ്പോൾ പൗരന്മാരുടെ മൗലിക അവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താനുമുള്ള അധികാരമുള്ളത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് പാർലമെന്റിനാണുള്ളത് ഓർത്തു വയ്ക്കുക. മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് അടിയന്തരാവസ്ഥ സമയങ്ങളിലാണ്. അപ്പോൾ അടിയന്തരാവസ്ഥ സമയത്ത് മാത്രം നമ്മുടെ മൗലിക അവകാശങ്ങൾക്ക് എന്താണ് കുറെ അധികം എന്താണ് ഈ പറയുന്ന റെസ്ട്രിക്ഷൻസ് വരികയാണ്. ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദം ഏതാന്ന് ചോദിച്ചാൽ ഒത്തിരി തവണ PSC ഒരു ചോദ്യം ചോദിച്ചതാണ്. ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 22. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് അറസ്റ്റിന് കാരണമറിയിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 22-ലാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് അയാൾക്ക് ഇഷ്ടമുള്ള അഭിഭാഷകനുമായി ആലോചിക്കുവാനും അദ്ദേഹം മുഖേന കേസ് വാദിക്കാനുമുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദവും 22 തന്നെയാണ്. ചില സന്ദർഭങ്ങളിൽ കുറ്റം ചെയ്യുന്നതിന് മുൻപായി കുറ്റം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടിക്രമങ്ങൾ ഒന്നും കൂടാതെ വ്യക്തികളെ അറസ്റ്റ് ചെയ്യാം. ഇത് കരുതൽ തടങ്കൽ എന്ന് അറിയപ്പെടുന്നു. കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം, മക്കളെ ഓർത്തു വച്ചോ. കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുച്ഛേദം 22 കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദമാണ് 22.
കരുതൽ തടങ്കൽ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ സർദാർ വല്ലഭായ് പട്ടേലാണ് കരുതൽ തടങ്കൽ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. സർദാർ വല്ലഭായ് പട്ടേൽ. കരുതൽ തടങ്കൽ നിയമത്തിൽ അന്നത്തെ രാഷ്ട്രപതി ആയിരുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അന്ന് കരുതൽ തടങ്കൽ നിയമത്തിൽ ഒപ്പുവെച്ചതും ആര് തന്നെയാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. 1950 ഫെബ്രുവരി 25. നിയമം നിലവിൽ വന്നത് 1950 ഫെബ്രുവരി 26. അപ്പോൾ എന്നാണ് ഒപ്പുവെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1950 ഫെബ്രുവരി 25 ആണ്. എന്നാൽ ഈ നിയമം നിലവിൽ വന്നത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1950 ഫെബ്രുവരി 26 ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. കരുതൽ തടങ്കിലാക്കിയ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ 3 മാസക്കാലം വരെ തടങ്കലിൽ വെക്കാനായിട്ടും കഴിയും. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ വ്യക്തി ആരാണ്? ബേസ് ലെവൽ ചോദ്യമാണ്. ഒത്തിരി തവണ LDC അതേപോലെ തന്നെ LGS എക്സാമുകളിലൊക്കെ ചോദിച്ചു പോയ ചോദ്യമാണ്. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് AK ഗോപാലൻ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ 22 കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്ന ആർട്ടിക്കിൾ ഏതാന്ന് ചോദിച്ചാൽ മക്കളെ ഏതാണ്? ആർട്ടിക്കിൾ 22 ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്ന ആർട്ടിക്കിൾ 22. പൗരന്മാരുടെ മൗലിക അവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും മൗലിക അവകാശങ്ങളിൽ മാറ്റം വരുത്താനുമുള്ള അധികാരമുള്ളത് ആർക്കാണ്? പാർലമെന്റിനാന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ പാർലമെന്റിനാണ് എന്ത്? പൗരന്മാരുടെ മൗലിക അവകാശങ്ങളുടെ മേൽ എന്ത് ചെയ്യാം? നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താം. അതേപോലെ തന്നെ മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താം. ഇതിനൊക്കെ അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു പാർലമെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? 79 ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ രാജ്യസഭയാണെങ്കിൽ 80 ആണെന്ന് പറഞ്ഞു. ലോകസഭയാണെങ്കിൽ 81. പരലോകം എന്ന് ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ആർട്ടിക്കിൾ 3 നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റും. ഓക്കെ. മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ അടിയന്തരാവസ്ഥ സമയങ്ങളിലാണ് മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത്. അടിയന്തരാവസ്ഥ എമർജൻസി വരുമ്പോൾ നമുക്കറിയാം 3 തരം എമർജൻസിയെ കുറിച്ചാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. അതായത് നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി, അതേപോലെ തന്നെ എക്കണോമിക് എമർജൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 എന്താണ് എമർജൻസികളെ കുറിച്ചും നമുക്ക് പഠിക്കാനുണ്ട്. 352, 356, 360. അപ്പോൾ ഈ 3 കുറിച്ചും അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ പറയും. അപ്പോൾ സ്റ്റേറ്റ് എമർജൻസി, നാഷണൽ എമർജൻസി, അതേപോലെ തന്നെ നമ്മുടെ എന്താണ് എക്കണോമിക് എമർജൻസി എന്ന് പറയുന്നത്. ഓക്കെ. ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 22. അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ. കാരണം ഇതൊക്കെ നമ്മുടെ എന്താണ് വ്യക്തി ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നടക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം എന്ന് പറയുന്നത് അനുച്ഛേദം 22. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് അറസ്റ്റിന്റെ കാരണം അറിയിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അനുച്ഛേദം 22 തന്നെയാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് അയാൾക്ക് ഇഷ്ടമുള്ള അഭിഭാഷകനുമായി ആലോചിക്കുവാനും അദ്ദേഹം മുഖേന കേസ് വാദിക്കാനുമുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതും അനുച്ഛേദം 22 തന്നെയാണ്. ചില സന്ദർഭങ്ങളിൽ കുറ്റം ചെയ്യുന്നതിന് മുൻപായി കുറ്റം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടിക്രമങ്ങൾ ഒന്നും കൂടാതെ വ്യക്തികളെ അറസ്റ്റ് ചെയ്യാം. ഇത് കരുതൽ തടങ്കൽ എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ കരുതൽ തടങ്കലിലൂടെ ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആരാണ്? AK ഗോപാലനാണ്. അപ്പൊ ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ വ്യക്തി ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് മക്കളെ, AK ഗോപാലനാണ്. ഓക്കെ. കരുതൽ തടങ്കൽ നിയമത്തിൽ അന്നത്തെ രാഷ്ട്രപതി ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഒപ്പുവെച്ചത്. എന്നാ ചോദിച്ചാൽ 1950 ഫെബ്രുവരി 25. ഈ നിയമം എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1950 ഫെബ്രുവരി 26 ആണെന്നുള്ളതും എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. ഇനി നമുക്ക് അടുത്തൊരു ആർട്ടിക്കിളിലേക്ക് പോവാം. നമുക്ക് 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങളാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതിൻ്റെ അകത്ത് അടുത്തൊരു ആർട്ടിക്കിൾ ആണ്
23-24. അതായത് ചൂഷണത്തിനെതിരായുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 23-ഉം 24. അപ്പോൾ ആർട്ടിക്കിൾ 23 എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യക്കടത്ത്, അടിമത്തം, നിർബന്ധിച്ച് തൊഴിലെടുപ്പിക്കൽ എന്നിവ നിരോധിക്കുന്നു. അപ്പോൾ മനുഷ്യക്കടത്ത്, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന അടിമത്തം, നിർബന്ധിച്ച് തൊഴിലെടുപ്പിക്കൽ എന്നിവയെ കുറിച്ചൊക്കെ പറയുന്നത് ഏത് ആർട്ടിക്കിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ആർട്ടിക്കിൾ ആണ്? ആർട്ടിക്കിൾ 23 എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റിന് വേണമെങ്കിൽ നിർബന്ധിച്ച് തൊഴിലെടുപ്പിക്കാം, എന്നാൽ ആ പക്ഷഭേദം കൂടാതെ അത് നടപ്പിലാക്കണം. അപ്പോൾ നമുക്കറിയാം, ഈ പറയുന്ന നമ്മൾ ജൂൺ 5 എന്ന് പറയുന്ന പരിസ്ഥിതി ദിനത്തിന്റെ ഒക്കെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കുട്ടികളെ കൊണ്ടൊക്കെ നമ്മൾ എല്ലാവരെ കൊണ്ടും ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ശുചീകരണ പ്രവൃത്തികളിലൊക്കെ ഏർപ്പെടുന്നത്. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് ആർക്കും എന്തില്ല, ഒരു പരിഗണനയില്ല. എല്ലാവരും ഒരേപോലെ തന്നെയാണ് നിന്ന് എന്ത് ചെയ്യുന്നത്? പണിയെടുക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാം? അത് നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? ഓരോ സ്കൂളുകളിലാണെങ്കിലും കോളേജുകളിലാണെങ്കിലും അതേപോലെ തന്നെ NSS അങ്ങനെയുള്ള ഓരോ സംഘടനകളുടെ കീഴിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അങ്ങനെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാറുണ്ട്. അത് എല്ലാവരും നിർബന്ധിതമായിട്ടും ചെയ്യാൻ തന്നെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യേണ്ടി വരും? പ്രായഭേദം, അതേപോലെ തന്നെ എന്താണ് ജെൻഡർ ഇക്വാളിറ്റി ഒന്നും നോക്കാതെ എല്ലാവർക്കും അതിൻ്റെ അകത്ത് എന്ത് ചെയ്യേണ്ടി വരും? കൂടേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഒരിക്കലും എന്തില്ല, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അത് പൊതുവായ ആവശ്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന് എന്ത് ചെയ്യാം? ഈ പറയുന്ന എല്ലാവരെയും ഒരുമിച്ച് തന്നെ നിർത്തി അവരെ കൊണ്ട് എന്ത് ചെയ്യാം? തൊഴിലെടുപ്പിക്കാം. എന്നാൽ അതിൽ കുറച്ച് ആളുകളെ പക്ഷഭേദം കാണിച്ച് മാറ്റി നിർത്താനോ അല്ലെങ്കിൽ അവർക്ക് കുറച്ച് എളുപ്പമുള്ള ജോലികൾ കൊടുക്കാനോ അങ്ങനെയൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ആ ഒരു അവസരത്തിൽ ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ള കാര്യവും കൂടി എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ ദേവദാസി എന്ന പ്രാകൃത സമ്പ്രദായത്തെ വിലക്കുന്ന അനുച്ഛേദം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അനുച്ഛേദം 23 ദേവദാസി എന്ന പ്രാകൃത സമ്പ്രദായത്തെ വിലക്കുന്നത് എന്നുള്ളതും എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ള അനുച്ഛേദം എന്ന് പറയുന്നത് അനുച്ഛേദം 24. ഒത്തിരി തവണ PSC എക്സാമുകളിൽ ചോദിച്ച ഒരു വകുപ്പ് തന്നെയാണ് അനുച്ഛേദം 24 എന്ന് പറയുന്നത്. എല്ലാവർക്കും തന്നെ ഇപ്പൊ തന്നെ എന്തായിട്ടുണ്ടാവും? മനസ്സിലായിട്ടുണ്ടാവും ഏതാണ് അനുച്ഛേദം 24 എന്നുള്ളത്. അതെ, എന്താണ്? ബാലവേല നിരോധിക്കുന്നു. 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഏതെങ്കിലും വ്യവസായശാലയിലോ ഖനിയിലോ അപായ സാധ്യതയുള്ള മറ്റേതെങ്കിലും ഇടങ്ങളിലോ തൊഴിലെടുപ്പിക്കുന്നത് നിരോധിക്കുന്നത് ഏത് ആർട്ടിക്കിൾ മുഖേനയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അനുച്ഛേദം 24 ഓർത്തു വയ്ക്കുക. അപ്പോ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 24. അതായത് 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഒന്നും ഏതെങ്കിലും വ്യവസായശാലയിലോ അല്ലെങ്കിൽ ഖനിയിലോ അപായ സാധ്യതയുള്ള മറ്റേതെങ്കിലും ഇടങ്ങളിലോ തൊഴിലെടുപ്പിക്കുന്നത് പൂർണ്ണമായിട്ടും നിരോധിക്കുന്നു എന്ന് പറയുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 24 എന്ന് പറയുന്നത്. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മയുള്ള മുദ്രയാണ് റെഗ്മാർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതും PSC എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയാണ് റെഗ്മാർക്ക് എന്നറിയപ്പെടുന്നത്. എന്നാൽ ഇന്ന് റെഗ്മാർക്ക് എന്ന പേരിലല്ല ഈ മുദ്ര അറിയപ്പെടുന്നത്. ഇന്ന് ഗുഡ്വീവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. റെഗ്മാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് മക്കളെ ഓർത്തു വെക്കണം, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ആരാണ് റെഗ്മാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ്? കൈലാഷ് സത്യാർത്ഥിയാണ് റെഗ്മാർക്ക് എന്ന് പറയുന്ന ആ ഒരു ആശയത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ റെഗ്മാർക്ക് ആരാണ്? കൈലാഷ് സത്യാർത്ഥി. ലോക ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? ജൂൺ 12 ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ബാലവേലക്കെതിരെ പ്രവർത്തിക്കുന്ന കൈലാഷ് സത്യാർത്ഥിയുടെ സംഘടന PSC ചോദിച്ചേണ്ടത് ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന സംഘടനയാണ്. ബാലവേലയ്ക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന കൈലാഷ് സത്യാർത്ഥിയുടെ സംഘടന ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ബച്പൻ ബച്ചാവോ ആന്തോളൻ. ബാലവേല തടയാൻ ചൈൽഡ് ലേബർ ട്രാക്കിംഗ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ മക്കളെ അത് ബീഹാറാണ്. കറണ്ട് അഫയേഴ്സിൽ PSC ചോദിച്ച ചോദ്യമാണ്. ബാലവേല തടയാൻ വേണ്ടിയിട്ട് ചൈൽഡ് ലേബർ ട്രാക്കിംഗ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അത് ബീഹാറാണ്. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച് ബാലവേലക്കെതിരെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ആര് തന്നെയാണ്? കൈലാഷ് സത്യാർത്ഥി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചോദ്യമാണ് കൈലാഷ് സത്യാർത്ഥിക്ക് സമാധാന
നൊബേൽ പ്രൈസ് കിട്ടിയത് ഏത് വർഷമാണെന്നുള്ളതും അദ്ദേഹത്തിന്റെ കൂടെ സമാധാന നൊബേൽ പ്രൈസ് പങ്കിട്ടെടുത്തത് ആരാന്നുള്ളതും താഴെ ഒന്ന് എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ആ സമയത്ത് കറണ്ട് അഫയേഴ്സിൽ ഉറപ്പായും ചോദിച്ച ചോദ്യമായിരുന്നു ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ നിലവില് കൈലാഷ് സത്യാർത്ഥിക്ക് എന്നാണ് ഈ പറയുന്ന സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് കിട്ടിയ വർഷം എന്നാന്നുള്ളതും അദ്ദേഹത്തിന്റെ കൂടെ നൊബേൽ പ്രൈസ് പങ്കിട്ടെടുത്ത വ്യക്തി ആരാന്നുള്ളതും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ വർഷം ഏതാന്നുള്ളതും ആരാണ് കൈലാഷ് സത്യാർത്ഥിയുടെ കൂടെ ഈ പറയുന്ന സമാധാനത്തിന്റെ നൊബേൽ പ്രൈസ് പങ്കിട്ടെടുത്തത് ആരാന്നുള്ളതും എന്ത് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അറിയാവുന്നവരെല്ലാവരും എന്ത് ചെയ്യുക, താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ആർട്ടിക്കിളിലേക്ക് പോവാം. അതിക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഓടിച്ചൊന്ന് പറയാം. ആർട്ടിക്കിൾ 24 എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഇത് തന്നെയാണ്. ബാലവേല നിരോധനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 24 ആണ്. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയാണ് റെഗ്മാർക്ക്. പണ്ട് റെഗ്മാർക്ക് എന്ന പേരിലും ഇന്ന് ഗുഡ്വീവ് എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. ഈ ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിച്ചാൽ മക്കളെ ആരാണ്? കൈലാഷ് സത്യാർത്ഥിയാന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതേപോലെ ലോക ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 12-നാണ്. ഓക്കെ, ബാലവേലക്കെതിരെ പ്രവർത്തിക്കുന്ന കൈലാഷ് സത്യാർത്ഥിയുടെ സംഘടന ചോദിച്ചു കഴിഞ്ഞാൽ അത് ബച്ചുബൻ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന സംഘടനയാണ്. ബാലവേല തടയാൻ വേണ്ടിയിട്ട് ചൈൽഡ് ലേബർ ട്രാക്കിംഗ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു കറണ്ട് അഫയേഴ്സിന്റെ ചോദ്യമാണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ബീഹാർ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതേപോലെ ബച്ചുബൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച് ബാലവേലക്കെതിരെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു കൈലാഷ് സത്യാർത്ഥി. അപ്പോൾ നമ്മുടെ ചോദ്യം മറക്കണ്ട, കൈലാഷ് സത്യാർത്ഥിക്ക് എന്നാണ് സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് കിട്ടിയത്, അദ്ദേഹത്തിന്റെ കൂടെ സമാധാനത്തിലുള്ള നൊബേൽ പ്രൈസ് പങ്കിട്ടെടുത്തത് ആരാന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. 25 മുതൽ 28 വരെയാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അനുച്ഛേദം 25 ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഏതൊരു മതത്തിലും, ഇന്ത്യയിലെ ഏതൊരു മതത്തിലും വിശ്വസിക്കാം, അതേപോലെ തന്നെ എന്ത് ചെയ്യാം, ആ മതത്തെ നമുക്ക് ആചരിക്കാം, അതേപോലെ തന്നെ അത് പ്രചരിപ്പിക്കാനുമുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിഖ് മതവിശ്വാസികൾക്ക് മതാചാരത്തിന്റെ ഭാഗമായി കൃപാണുക്കൾ, ഒരുതരം കത്തിയാണ്, ധരിക്കുന്നതിനും അത് കൊണ്ടു നടക്കുന്നതിനുമുള്ള അധികാരം ലഭിച്ചത് അനുച്ഛേദം 25 മുഖേനയാണ്. ഓക്കെ, അപ്പോൾ സിഖ് മതവിശ്വാസികൾക്ക് മതാചാരത്തിന്റെ ഭാഗമായി കൃപാണുകൾ ധരിക്കുന്നതിനും കൊണ്ടു നടക്കുന്നതിനുമുള്ള അധികാരം ലഭിച്ചത് അനുച്ഛേദം 25 മുഖേനയാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അടുത്ത അനുച്ഛേദമാണ് അനുച്ഛേദം 26. മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള അവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. അപ്പോൾ മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യാം, സ്ഥാപിക്കാം, അതേപോലെ തന്നെ എന്ത് ചെയ്യാം, അതൊക്കെ നോക്കി നടത്താം. അതിനുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശത്തെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 26 പ്രതിപാദിക്കുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 27 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ പ്രോത്സാഹനത്തിനു വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായിട്ടുള്ള അവകാശം. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേകത്തെ മതത്തെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല, പ്രോത്സാഹിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായിട്ടുള്ള അവകാശമാണ് ഏതെന്ന് പറയുന്നത് അനുച്ഛേദം 27. അടുത്തത് അനുച്ഛേദം 28. അനുച്ഛേദം 28 എന്ന് പറയുന്നത് അതിന്റെ ഒരു 3 സബ് കൂടി വരുന്നുണ്ട്. അനുച്ഛേദം 28 1 പൂർണ്ണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ നിർദ്ദേശങ്ങൾ നൽകുവാൻ പാടില്ല എന്ന് അനുശാസിക്കുന്നു. അപ്പോൾ പൂർണ്ണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുവാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 28 1 എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ എന്താണ് 28 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതപരമായ പ്രബോധനം നൽകുന്ന ഏതെങ്കിലും ട്രസ്റ്റിന്റെയോ എൻഡോൺമെന്റിന്റെയോ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഇത് ബാധകമല്ല എന്ന് പറയുന്നത് 28 1. ഇനി 28 3 എന്താ ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റിന്റെ സഹായമില്ലാതെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ പ്രവർത്തനങ്ങൾ അനുവദനീയമാണെങ്കിലും പ്രസ്തുത പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ ഒരു വ്യക്തിയെയും നിർബന്ധിക്കാൻ പാടില്ല.
അപ്പോൾ സ്റ്റേറ്റിന്റെ സഹായമില്ലാതെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ പ്രവർത്തനങ്ങൾ അനുവദനീയമാണെങ്കിലും പ്രസ്തുത പ്രവർത്തനങ്ങളിലൊന്നും പങ്കെടുക്കുവാനായിട്ട് ഒരു വ്യക്തിയെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നിർബന്ധിക്കാൻ പാടില്ല. ഇപ്പൊ ഞാൻ നടത്തുന്ന ഒരു സ്കൂളാണ്. ആ സ്കൂള് എന്താണ്, ഈ പറയുന്ന ഹിന്ദുമത വിശ്വാസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്കൂളാണെങ്കിൽ അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന പല പല എന്താണ് നിലവിലുള്ള ജാതിയിലുള്ള ആളുകൾ ഉണ്ടെങ്കിലും അവരെ ആരെയും നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല, നിർബന്ധിക്കാനായിട്ട് പറ്റത്തില്ല. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ പറയുന്ന കാര്യങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിലും പ്രത്യേകിച്ച് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവരെ നിർബന്ധിക്കാൻ പാടില്ല എന്നാണ് ഏതിൻ്റെ അകത്ത് പറയുന്നത്, ഈ പറയുന്ന അനുച്ഛേദം 28-ൽ 3 പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റിന്റെ സഹായമില്ലാതെ ആയിരിക്കും ഈ എന്ത് ചെയ്യുന്നത് വിദ്യാഭ്യാസ സ്ഥാപനം എന്ത് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത്. പക്ഷെ മതപരമായ പ്രവർത്തനങ്ങൾ അനുവദനീയമാണ് അവിടെ. പക്ഷെ പ്രസ്തുത പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ ആരെയും എന്ത് ചെയ്യാൻ പാടില്ല, നിർബന്ധിക്കാൻ പാടില്ല എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അടുത്തതാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നതാണ്. 29 മുതൽ 30 വരെയുള്ളതാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അനുച്ഛേദം 29 ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം പൂർണ്ണമായും സ്റ്റേറ്റിന്റെ കീഴിലുള്ള സ്റ്റേറ്റിന്റെ ധനസഹായത്തോടു കൂടി നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതത്തിന്റെയോ വർഗത്തിന്റെയോ ജാതിയുടെയോ ഭാഷയുടെയോ അടിസ്ഥാനത്തിൽ ഒരു ഇന്ത്യൻ പൗരനും അഡ്മിഷൻ നിഷേധിക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് അനുച്ഛേദം 29. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്ന മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 16, 19, 29, 30 ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്ന മൗലിക അവകാശങ്ങൾ. ഇന്ത്യൻ പൗരന്മാർക്കും വിദേശ പൗരന്മാർക്കും ഒരേപോലെ ലഭ്യമാകുന്ന മൗലിക അവകാശങ്ങളാണ് 14, 20, 21, 21A, 22, 23, 24, 25, 26, 27, 28 ഇന്ത്യൻ പൗരന്മാർക്കും വിദേശ പൗരന്മാർക്കും ഒരേപോലെ ലഭ്യമാകുന്ന മൗലിക അവകാശങ്ങൾ. അടുത്തത് അനുച്ഛേദം 30 ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം. ഓക്കെ, അപ്പോ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും അത് നടത്തുന്നതിനുമുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അനുച്ഛേദം 30 ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് മക്കളെ, ഓർത്തു വച്ചോ. ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാന്ന് ചോദിച്ചാൽ അത് 32 ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അനുച്ഛേദം 32 ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു വ്യക്തിക്ക് തന്നെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കാൻ സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാനുള്ള അവകാശമാണ് അനുച്ഛേദം 32 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, അതായത് നമ്മൾ പറഞ്ഞായിരുന്നു ആ ഒരു സമയത്ത് റിട്ടുകളെ കുറിച്ച്, അതായത് മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ പറയുന്ന പേരാണ് റിട്ട് എന്ന് പറയുന്നത്. റിട്ട് എന്ന് പറയുന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണെന്നും നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന സുപ്രീം കോടതിയുടെ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാന്ന് ചോദിച്ചാൽ മക്കളെ അത് 32 ഹൈക്കോടതിയുടെ ആണെങ്കിൽ 226 എന്നുള്ളതും നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെച്ചോ. ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്ന് പറയുന്ന അനുച്ഛേദം ഏതാന്ന് ചോദിച്ചാൽ അത് 32 എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഒരു വ്യക്തിക്ക് തന്നെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കാൻ വേണ്ടി സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാനുള്ള അവകാശം നൽകുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 32. ഓർത്തു വച്ചോ, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടിക്കിൾ 32 ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിലാണെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചിട്ടുണ്ട്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നിങ്ങനെ അംബേദ്കർ വിശേഷിപ്പിച്ചു. ഇങ്ങനെ തന്നെ PSC ചോദിച്ചിട്ടുണ്ട്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നത് താഴെ പറയുന്നവയിലെ ഏത് അനുച്ഛേദമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുച്ഛേദം 32 ആണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് എന്ന് പറഞ്ഞത് ആരാ ചോദിച്ചാൽ അത് താക്കൂർദാസ് ഭാർഗവാണ് ആമുഖത്തെ പറഞ്ഞത്. ഓക്കെ, അപ്പോ
ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നിങ്ങനെ അംബേദ്കർ വിശേഷിപ്പിച്ച അനുച്ഛേദം ചോദിച്ചാൽ 32 പക്ഷേ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചതാണ് താക്കൂർ ദാസ് ഭാർഗവ് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അടുത്തത് അനുച്ഛേദം 33. രാജ്യത്തെ സുരക്ഷാ സേനാ അംഗങ്ങളുടെ മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനും പാർലമെന്റ് അധികാരപ്പെടുത്തുന്നത് അനുച്ഛേദം 33. ഓക്കെ, അപ്പോൾ രാജ്യത്തെ സുരക്ഷാ സേനാ അംഗങ്ങളുടെ മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനും പാർലമെന്റ് അധികാരപ്പെടുത്തുന്നത് അനുച്ഛേദം 33. അടുത്തതാണ് അനുച്ഛേദം 34. ഏതെങ്കിലും ഒരു പ്രദേശത്ത് പട്ടാള നിയമം പ്രാബല്യത്തിലായിരിക്കുമ്പോൾ മൗലിക അവകാശങ്ങൾക്ക് മേലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തൽ. പഠിച്ചു വച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. ഏതെങ്കിലും പ്രദേശത്ത് പട്ടാള നിയമം പ്രാബല്യത്തിലായിരിക്കുമ്പോൾ മൗലിക അവകാശങ്ങൾക്ക് മേലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തലാണ് അനുച്ഛേദം 34. അടുത്തത് അനുച്ഛേദം 35. ചില നിശ്ചിത മൗലിക അവകാശങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുന്നതിനുള്ള നിയമനിർമ്മാണ അധികാരം പാർലമെന്റിന് മാത്രമാണ്. അപ്പോൾ ചില നിശ്ചിത മൗലിക അവകാശങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതിനുള്ള നിയമനിർമ്മാണ അധികാരം പാർലമെന്റിന് മാത്രമാണ്. തൊട്ടുകൂടായ്മ, മനുഷ്യക്കടത്ത് തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ നൽകേണ്ട ശിക്ഷ സംബന്ധിച്ച നിയമനിർമ്മാണമാണ് അനുച്ഛേദം 35. ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തെ ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്തിൽ അധിഷ്ഠിതരല്ലാത്ത പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമാണെന്നും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ് എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഭരണഘടനാ അവകാശങ്ങൾ, നിയമ അവകാശങ്ങൾ. അനുച്ഛേദം 265. നിയമത്തിന്റെ അധികാരം മുഖേന അല്ലാതെ നികുതികൾ ചുമത്താൻ പാടില്ല എന്ന് പറയുന്നത് അനുച്ഛേദം 265. നിയമത്തിന്റെ അധികാരം മുഖേന അല്ലാതെ നികുതികൾ ചുമത്താൻ പാടില്ല. അനുച്ഛേദം 300. നിയമം അധികാരപ്പെടുത്തിയാലല്ലാതെ വ്യക്തികളുടെ സ്വത്തവകാശം എടുത്തു കളയാൻ പാടില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 300. ഇനി ആർട്ടിക്കിൾ 301 വ്യാപാരത്തിനും പരസ്പര സമ്പർക്കത്തിനുമുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 301. അനുച്ഛേദം 326 പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് അനുച്ഛേദമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് 326. പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 326 ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളൂ. 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ പറഞ്ഞു. പാർട്ട് 3 മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതേപോലെ തന്നെ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. എന്താണ് മൗലിക അവകാശങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് അതിന്റെ കറക്റ്റ് ആയിട്ടൊരു ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് മൗലിക അവകാശങ്ങളുടെ കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ ചോദിച്ചാൽ, ജനാധിപത്യത്തിന്റെ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിനും വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു വ്യക്തിക്ക് നിഷേധിക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള അവകാശങ്ങളെയാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ശില്പി ആരാണ്? സർദാർ വല്ലഭായി പട്ടേൽ എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബേസ് ആയിട്ട് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളൂ? മൗലിക അവകാശങ്ങളെ കുറിച്ച് പഠിക്കാനുള്ളൂ. എല്ലാ പോയിന്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഒരു ചോദ്യം ഇനി വരാനില്ല. മാക്സിമം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫുൾ ടോപ്പിക്കും കവറാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നിലവിൽ നമ്മുടെ മലയാളത്തിലെ ശൈലികളും തർജിമയും നമുക്ക് നോക്കാം. അതേപോലെ തന്നെ മാത്സിന്റെ ഞാൻ 25 ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്ങിലാണ് ഇനി ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ളത്. ഏകദേശം ഒരു 4 ടോപ്പിക്സ് കൂടി മാത്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മാത്സിന്റെ എല്ലാ ടോപ്പിക്സിൽ നിന്നും ഏറ്റവും കൂടുതലായിട്ട് PSC എക്സാമുകളിൽ ചോദിച്ച ഏറ്റവും ഇമ്പോർട്ടന്റ് ചോദ്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന കോർ സബ്ജക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ്, മാത്സ്, മലയാളം കൂടുതൽ ഇമ്പോർട്ടന്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പുറത്ത് നമുക്ക് GK എന്ത് ചെയ്യാം? പെട്ടെന്ന് റിവിഷൻ ചെയ്തും കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, അതേപോലെ തന്നെ ഏറ്റവും അടുത്ത ദിവസം തന്നെ PYQ ഡിസ്കഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടെ ഉണ്ടാവണം. അപ്പൊ നമുക്ക് ഇപ്പോൾ മലയാളം ശൈലികളും തർജിമയും ഒന്ന് നോക്കാം. ടൈം ഹീൽസ് ഓൾ വൗണ്ട്സ്. കാലം ഉണക്കാത്ത മുറിവില്ല. എ ബേർഡ്സ് ഐ വ്യൂ. ഒരു വിഹക വീക്ഷണം എന്നതാണ് എ ബേർഡ്സ് ഐ വ്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ.
എ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. അപ്പോൾ ആരോഗ്യമുള്ള ശരീരത്തിലാണ് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആരോഗ്യമുള്ള മനസ്സുണ്ടാകും. ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പഠിക്കുന്നതൊക്കെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആ മനസ്സിലേക്ക് കയറിയിരിക്കത്തുള്ളൂ, എക്സാമിന് നമുക്ക് പ്രയോജനപ്പെടുത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യുക? ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക കറക്റ്റായിട്ട്. അങ്ങനെ ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാക്കുക. ആ മനസ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യുക? പഠിച്ചു മുന്നേറുക. ഓക്കെ. എ ലോങ് ടങ് ഹാസ് എ ഷോർട്ട് ഹാൻഡ്. വായ ചക്കര കൈ കൊക്കര. എ ലിറ്റിൽ നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ്. ഒത്തിരി തവണ നമ്മൾ പറയാറുള്ള ഒരു ശൈലിയാണിത്. എന്ത്? എ ലിറ്റിൽ നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ്. ആത്മജ്ഞാനം അപകടമാണ് എന്ന് പറയാറുണ്ട്. ഓക്കെ. അപ്പോൾ ആത്മജ്ഞാനം അപകടമാണ് എന്നുള്ളതാണ് എ ലിറ്റിൽ നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ് എന്ന് പറയുന്നത്. ഫോർഗെറ്റ്ഫുൾനെസ് ഈസ് എ സംടൈം എ ബ്ലെസ്സിങ്. മറവി ചിലപ്പോൾ ഒരു അനുഗ്രഹമാണ്. ഫോർഗെറ്റ്ഫുൾനെസ് ഈസ് എ സംടൈം എ ബ്ലെസ്സിങ്. അടുത്തത് ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിതിൻ യു. സ്വർഗരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാകുന്നു. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിതിൻ യു. സ്വർഗരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാകുന്നു. എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ്. സാക്ഷി വിസ്താരം എന്നതാണ് എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ്. നത്തിങ് ഈസ് വർത്ത് ദാൻ ദിസ് ഡേ. ഇതിനേക്കാൾ വിലപ്പെട്ടതായി ഒന്നുമില്ല. ഓക്കെ. അപ്പോ നത്തിങ് ഈസ് വർത്ത് ദാൻ എ ഡേ. ഇതിനേക്കാൾ വിലപ്പെട്ടതായി ഒന്നുമില്ല. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റൈസ്. പയ്യെ തിന്നാൽ പനയും തിന്നാം. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻ ദ റേസ്. അപ്പൊ പയ്യെ തിന്നാൽ പനയും തിന്നാം. എ റോളിംഗ് സ്റ്റോൺ ഗ്യാദർ നോ മോസ്. ഉരുളുന്ന കല്ലിൽ പായൽ പുരളുമോ. ജസ്റ്റ് ഇൻ ടൈം. യോജിച്ച സന്ദർഭത്തിൽ. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ മാൻ. എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രോവർബോ ശൈലിയോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. ടൈം ആൻഡ് ടൈഡ്സ് വെയിറ്റ്സ് ഫോർ നോ മാൻ. കാലവും തിരമാലയും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. അതാണ് ടൈം ആൻഡ് ടൈഡ്സ് വെയിറ്റ്സ് ഫോർ നോ മാൻ. കാലവും തിരമാലയും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഒന്നുകൂടി പറയാം. ടൈം ഹീൽസ് ഓൾ വൗണ്ട്സ്. കാലമുണക്കാത്ത മുറിവില്ല. എ ബേർഡ്സ് ഐ വ്യൂ. ഒരു വിഹക വീക്ഷണം. എ സൗണ്ട് ഇൻ മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുള്ളൂ. എ ലോങ് ടങ് ഹാസ് എ ഷോർട്ട് ഹാൻഡ്. വായ ചക്കര കൈ കൊക്കര. എ ലിറ്റിൽ നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ്. ആത്മജ്ഞാനം അപകടമാണ്. ഫോർഗെറ്റ്ഫുൾനെസ് ഈസ് എ സംടൈം ബ്ലെസ്സിങ്. മറവി ചിലപ്പോൾ ഒരു അനുഗ്രഹമാണ്. ദ കിങ്ഡം ഓഫ് ഗോഡ് വിതിൻ യു. സ്വർഗരാജ്യം നിങ്ങളുടെ തന്നെയാകുന്നു. എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ്. സാക്ഷി വിസ്താരം. നത്തിങ് ഈസ് വർത്ത് ദാൻ ദിസ് ഡേ. ഇതിനേക്കാൾ വിലപ്പെട്ടതായി ഒന്നുമില്ല. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റൈസ്. പയ്യെ തിന്നാൽ പനയും തിന്നാം. എ റോളിംഗ് സ്റ്റോൺ ഗ്യാദർ നോ മോസ്. ഉരുളുന്ന കല്ലിൽ പായൽ പുരളുമോ. ജസ്റ്റ് ഇൻ ടൈം. യോജിച്ച സന്ദർഭത്തിൽ. ടൈം ആൻഡ് ടൈഡ്സ് വെയിറ്റ്സ് ഫോർ നോ മാൻ. കാലവും തിരമാലയും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. അടുത്ത നമുക്ക് കുറച്ച് ഫ്രേസൽ വെർബ്സ് നോക്കാം. കോൾ ബൈ. ടു വിസിറ്റ് ബ്രീഫ്ലി ആണ് കോൾ ബൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു വിസിറ്റ് ബ്രീഫ്ലി. കോൾ ഫോർ. ഡിമാൻഡ് ടു റിക്വയർ. ഓക്കെ. ഡിമാൻഡ് ടു റിക്വയർ ആണ് കോൾ ഫോർ. കോൾ ഇൻ. സെൻഡ് ഫോർ ആണ് കോൾ ഇൻ. കോൾ ഓഫ്. ക്യാൻസൽ ആണ് കോൾ ഓഫ് ക്യാൻസൽ. കോള് അറ്റ്. വിസിറ്റ് എ പ്ലേസ് ആണ് കോൾ അറ്റ്. വിസിറ്റ് എ പ്ലേസ്. കോൾ ഓൺ. വിസിറ്റ് എ പേഴ്സൺ. കോൾ ഓൺ. വിസിറ്റ് എ പേഴ്സൺ. കോൾ ഔട്ട്. ടു ക്രൈ ആണ് കോൾ ഔട്ട്. ടു ക്രൈ. കോൾ അപ്പോൺ. അപ്പീല്. ക്യാരി ഓഫ്. ടു വിൻ ആണ്. അതേപോലെ ക്യാരി ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂ എന്നതാണ് ക്യാരി ഓൺ എന്ന് പറയുന്നത്. കണ്ടിന്യൂ. അപ്പോൾ പറഞ്ഞത് ഒന്നുകൂടി പറയാം. ഫ്രേസൽ വെർബ്സ് ഉറപ്പായിട്ടും 1 മാർക്ക് നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് ചോദിക്കാം. അപ്പോൾ ഓർത്ത് വെച്ചോ. കോൾ ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു വിസിറ്റ് ബ്രീഫ്ലി ആണ് കോൾ ബൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു വിസിറ്റ് ബ്രീഫ്ലി. കോൾ ഫോർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിമാൻഡ് ടു റിക്വയർ ആണ്. കോൾ ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻഡ് ഫോർ ആണ് കോൾ ഇൻ. കോൾ ഓഫ് ക്യാൻസൽ ആണ്. കോൾ അറ്റ് എന്ന് പറയുന്നത് വിസിറ്റ് എ പ്ലേസ് ആണ്. കോൾ ഓൺ. വിസിറ്റ് എ പേഴ്സൺ. കോൾ ഔട്ട്. ടു ക്രൈ. കോൾ അപ്പോൺ. അപ്പീല്. ക്യാരി ഓഫ്. ടു വിൻ. ക്യാരി ഓൺ. കണ്ടിന്യൂ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫ്രേസൽ വെർബ്സിൽ പഠിക്കാനുള്ളത്. മലയാളം നമ്മൾ പറഞ്ഞു. മാത്സിന്റെ ഞാൻ 25 ചോദ്യങ്ങൾ നമ്മുടെ ടെലഗ്രാമിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ അതെല്ലാവരും ആൻസർ ചെയ്യുക. അതിന്റെ എക്സ്പ്ലനേഷനും അതേപോലെ തന്നെ ആൻസേഴ്സും ഞാൻ എന്ത് ചെയ്തേക്കാം,
അതിനുശേഷം ഞാൻ ടെലഗ്രാമിലേക്ക് പോസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനുള്ളൂ. അപ്പോൾ മൗലിക അവകാശങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ മൊത്തമായിട്ട് ക്ലാസ് കംപ്ലീറ്റ് ആക്കി. അതേപോലെ തന്നെ മലയാളത്തിലെ ശൈലിയും തർജിമയും നമ്മൾ പഠിച്ചു. ഫ്രേസൽ വെർബ്സും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടതിന് ശേഷം 2 or 3 തവണ നോട്ട് വായിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ കൃത്യം 9 മണിക്ക് ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ബോൾ ഉണ്ടാവും. അതിൽ കൂടി എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളൂ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.